ഉണ്ടായിരുന്നു. ഇദാ ഫാത്തിമയുടെ ഇപ്പയാണല്ലോ കുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നത്. അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ? അറിയില്ല. അത് പിന്നെ അവരെ എന്താന്ന് വെച്ചാല് ഈ കുട്ടിയാണോന്ന് പോലും അറിയില്ല. കാരണം ഈ മുടി ഇതിന്റെ ടയറിന്റെ അടി കുടുങ്ങിയിട്ട് മുടി മുറിച്ചിട്ടാണ് അവളെ എടുക്കുന്നത്, പുറത്തേക്ക് എടുക്കുന്നത്. അത്രയും വിഷമകരമായ ഒരവസ്ഥയാണ്. മാത്രമല്ല എൻ്റെ തൊട്ടുള്ള പറഞ്ഞല്ലേ ഈ കുട്ടിയുടെ അവളുടെ വാപ്പ പറഞ്ഞ ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയാണ്. അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യാനൊക്കെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ്. ഇരിക്കാൻ വീടില്ല. ഒരു ദിവസം ഓട്ടോ ഓടിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുടുംബം ജീവിക്കില്ല. അത്രയും. വൈഫിനാണെങ്കിൽ ഒരു മുട്ട് ശസ്ത്രക്രിയ പറഞ്ഞിട്ട് അതുകൂടെ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അവർ. ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഫാദറും മദറും. മൂത്ത പെൺകുട്ടി അവൾ അത്യാവശ്യം നന്നായി പഠിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്നുണ്ട്. സാമ്പത്തിക പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞു. ഈ ഒരു ഓട്ടോ ഓടിച്ചിട്ട് വേണം എല്ലാം കിട്ടും. ഒരു തുണ്ട് ഭൂമിയില്ല, ഒന്നുമില്ല. ഓരോ മാസവും വാടക കൊടുക്കാൻ തന്നെ പ്രയാസപ്പെടണം. അത്രയും ഒരു ദുരവസ്ഥയാണ്. ഈ വളർന്നു വരുന്ന ഈ ഒരു മോള് പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് രോഗിയായ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു പ്രതീക്ഷ കൂടിയാണ് അവൾ ഈ ബന്ധപ്പെട്ട കുട്ടി. അപ്പോൾ അത്രയും വേദനാജനകമായ ഒരവസ്ഥ. 7 കുട്ടികളുടെ ഒരു ഗ്യാങ് ആയിരുന്നു. അതിൽ 2 പേര് പിണങ്ങി. ഈ അബ്ദുസലാമിന്റെ അടുത്ത് ഇന്നലെ ഞാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അബ്ദുസലാമിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന് എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അവനൊരു ചെറിയൊരു ഫ്ലോർ മില്ലിൽ പണിയെടുക്കുന്ന ആളാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഈ ഫാരിസയും ഇവനും നടക്കാൻ പോകും. 6 മണിക്ക് തിരിച്ചെത്തും. ഒരു 6:10 കണ്ടില്ല. ഈ കുട്ടി വാപ്പാനിമാന് തെരഞ്ഞു പോവുകയാണ്. തെരഞ്ഞു പോയിട്ട് നിങ്ങൾ വരാൻ വൈകിയത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകുന്നത്. ഈ അബ്ദുസലാമിന്റെ വീട്ടിലാണ് ഇവരെല്ലാവരും വന്ന് കൂടുക. ഇവരൊരു മുറിയാത്ത കുട്ടിക്കാലം 7 ആളുടെ ഗ്യാങ്ങാണ്. ഈ 7ൽ 2 കുട്ടികൾ ഇന്നലെ എന്ത് ചെയ്തു? ഇവർ 5 ആൾ കടയിൽ കയറിയെന്ന് എന്തോ ഒന്ന് പറഞ്ഞ് പിണങ്ങിയിട്ട് 2 ആളൊന്നും തെറ്റിമാറി നിന്നാണ്. അല്ലെങ്കിൽ ഈ 2 കുട്ടികളും കൂടെ ഇതിൽ പെടേണ്ട കുട്ടികളാണ്. രക്ഷപ്പെട്ടൊരു കുട്ടിയും ഇവരിൽ നിന്ന് പണങ്ങിയിട്ട് മാറി 2 കുട്ടികളും. അബ്ദുസലാം പറഞ്ഞാണത്. അപ്പോൾ അവരങ്ങനെ ആ 2 കുട്ടികളും കൂടി 7 ആൾ ഒരുമിച്ച് അബ്ദുസലാമിന്റെ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് അവിടെ നിന്ന് ഇവർ പോവുക. അത്രയാണ്. ഫാരിസ് ഇതിങ്ങനെ ലൈവായിട്ട് കണ്ടിട്ട് ഫാരിസാന്റെ വാപ്പാക്ക് വിളിച്ചു പറയണത് ആ കുട്ടി വണ്ടീൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് പോയി. ഇപ്പം അവൾ അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ബോധം വരുമ്പോൾ എൻ്റെ കുട്ടീനെ ഇടുക്കി വണ്ടീൻ്റെ അടിയിൽ നിന്നാണ് പറയണത്. അത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ പിന്നെ ഭയങ്കരമായ കടബാധ്യതയും ജപ്തി ഭീഷണിയും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം റഫീഖിൻ്റെ വീട്ടിൽ കരടിക്കോട് ബാങ്കിൽ നിന്ന് ആൾ വന്നിരുന്നു. ഈ ഹാർട്ട് ഓപ്പറേഷന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ. വൈഫിനും സുഖമല്ല, കിടപ്പാടല്ല, ഒന്നുമില്ല. ഞങ്ങളെ നാട്ടിൽ ഇതുപോലെ ഒരു ദുരന്തം എൻ്റെ ഓർമ്മയിലുണ്ടായിട്ടില്ല. അത്രയും വേദനാജനകമായ ഒരു സംഭവമാണ്. എങ്ങനെ ഈ ഒരു പിന്നെ തീരാ ദുഃഖത്തിൽ നിന്ന് ഇനി എങ്ങനെ റഫീഖ് ഓട്ടോ ഓടിക്കും? ഈ രോഗം വെച്ച്, ഈ വേദന വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും? ഇത് വലിയ ചോദ്യചിഹ്നം അവശേഷിക്കണം. മനസ്സിലായില്ല. മൂത്ത കുട്ടിയാണ്. അത്രയും പാവങ്ങളാണ്. പരിതാപകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പിന്നെ എങ്ങനെയാണ് ഇവർ ഇനിയുള്ള നാളുകൾ. മാത്രമല്ല അവിടെ കുട്ടികളൊക്കെ വന്ന് കരയുന്നത് കണ്ടില്ലേ? അവരുടെ അറ്റാച്ച്മെൻ്റാണത്. സ്കൂൾ മേറ്റ്സ് മാത്രമല്ല, ജനിച്ച നാൾ തൊട്ട് അവർ എന്താ പറയുക, കുഞ്ഞുനാൾ തൊട്ട് അവർ വസ്ത്രം ഇടാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള കമ്പനിയാണ്. അതുപോലത്തെ ഒരു കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് ഇതൊന്നും എങ്ങനെ പറയാമെന്നൊന്നും അറിയില്ല. കാരണം ഇത് ഇപ്പോൾ ഒരു ഷോക്കിലാണ് എല്ലാവരും. അത്രയും വിഷമകരമായൊരവസ്ഥയാണ്. ഇതിൽ പ്രത്യേകിച്ചും പറയാനുള്ള ഇവരുടെ ഒരു സാമ്പത്തികമായ ഒരു ദുരവസ്ഥ ഭയങ്കരമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വേദനയിൽ എങ്ങനെ ഇവർക്ക് അധ്വാനിക്കാൻ കഴിയും, എങ്ങനെ നിൽക്കാൻ കഴിയും, എങ്ങനെ വാടക കൊടുക്കാൻ പറ്റും? ആ ഒരു മൃതശരീരം പോലും അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റാത്ത പരുവത്തിലുള്ള ഒരു ഇടുങ്ങിയ ഇരുമ്പ് കോണിയാണ്. അതുകൊണ്ടാണ് പിന്നെ അവർ അതിനും കൂടെ സൗകര്യമല്ല. അതുകൊണ്ടാണ് അവിടെ എൻ്റെ വീടിൻ്റെ അവിടെയാണത് നമ്മൾ സൗകര്യം ചെയ്തത്. അവൻ്റെ ഒരു വിഷമകരമായ അവസ്ഥ പറയാൻ വേണ്ടി പറയാണ്. അത്രയും പ്രയാസകരമായൊരവസ്ഥ ഉള്ളവരാണ്.